ഇവിടെ ലൈറ്റസ് ഇവിടെ ഉണ്ടെങ്കിൽ ഏകദേശം കോവളത്തിൻ്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഞാൻ ലിഫ്റ്റ് അടിക്കുന്നത് കണ്ടിട്ട് പയ്യന്മാരും ലിഫ്റ്റ് അടിക്കുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ബീച്ചിൽ കണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വണക്കം. ഞാനിപ്പോൾ ഉള്ളത് വിജയവാഡ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്നലെ ഇവിടെയാണ് കിടന്നുറങ്ങിയത്. ഇവിടെ എൻ്റെ ഈ മാറ്റൊക്കെ ഇട്ടിട്ട് കിടന്നുറങ്ങിയായിരുന്നു. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടുത്തെ വിശാഖപട്ടണം ബീച്ചിൽ പോകാനുള്ള പ്ലാനാണ്. ബീച്ചിലൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം, അതാണ് ഇന്നത്തെ പ്ലാന്. പറ്റുമെങ്കിൽ അവിടെ ടെൻ്റ് അടിക്കാനുള്ള ഫെസിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കണം. നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യുന്ന രീതിയിൽ നോക്കട്ടെ. ഇവിടെ ഫ്രണ്ട് എന്ന് പറഞ്ഞ ആരുമില്ല, അതാണ് മെയിൻ ടാസ്ക് വിശാഖപട്ടണത്തിൽ. സോ എല്ലാം പാക്ക് ചെയ്തിട്ട് ഇരിക്കുക. വയസ്സിലൊക്കെ വന്ന് ലെഫ്റ്റ് കയറി കുറച്ച് കയറി വന്ന് നമ്മുടെ ഇവിടെ ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കുറച്ചുകൂടെ നടന്നാൽ ബസ്സൊക്കെ നിൽക്കാറുണ്ട്. ഫുഡ് കണക്കുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ ഇവിടെ വന്ന് കഴിക്കാൻ പറ്റും. ഇവിടെയുള്ള സ്ഥലം കാണാൻ അടിപൊളിയാണ്. ഇതൊരു മനോഹരം. റോഡൊക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. നേരത്തെ ഒരു വണ്ടി കണ്ടായിരുന്നു ക്ലീൻ ചെയ്യുന്ന വണ്ടി. സൈഡ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത്, പിന്നെ സൈഡിൽ പൊടിയൊക്കെ പറക്കാതിരിക്കാൻ വേണ്ടി ചെറുതായിട്ടൊരു സ്പ്രേ കണക്കിൽ ചെയ്തായിരുന്നു. വെള്ളത്തിൻ്റെ സ്പ്രേ. ഈ സൈഡിലുള്ള മരം, പിന്നെ ഈ വോളാട്ടൊക്കെ കാണാൻ ഇച്ചിരി രസമുണ്ട്. സോ വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ പോകുന്ന സ്ഥലത്തിൽ ഡിമാർട്ട് കണ്ടായിരുന്നു. നോക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് ഡിമാർട്ടിൽ. നോക്കാം ഇവിടെ എന്തൊക്കെ സ്പെഷ്യലായിട്ടുണ്ടെന്ന് നോക്കാം. എന്തെങ്കിലും എനിക്ക് ആവശ്യമുള്ള ഐറ്റം ഉണ്ടെങ്കിൽ മേടിക്കാം. ഡിമാർട്ടിൽ നോക്കിയതിൽ ഈ സ്ലൈസൊക്കെ വളരെ റേറ്റ് കുറവാണ്. ഡിമാർട്ട് പ്രൈസ് 60ആണ്, 25% ഓഫ്. കുറേ ഐറ്റംസ് അത് കണക്കിൽ ഓഫേഴ്സ് കാര്യമൊക്കെ ഉണ്ട്. ഇതിനൊക്കെ 100 രൂപേൻ്റെ ഓഫേഴ്സൊക്കെ ഉണ്ട്. 175 ഡൂം ലിച്ചി ഫ്ലേവർ. തന്നെ 170 രൂപയ്ക്ക് 1 ലിറ്റർ ഐസ്ക്രീം. നമ്മളുടെ സ്ഥലത്ത് മേടിക്കാൻ പോയാൽ 300-400 അടുപ്പിച്ച് ഡിസ്കൗണ്ടിന് ബൈക്ക് ഇടത്തില്ല. ഡിമാർട്ട് ഡ്രസ് സെക്ഷനും ഉണ്ടായിരുന്നു. ഡിമാർട്ടിൽ ഡ്രസ് സെക്ഷനും ഉണ്ട്. ബട്ട് എല്ലാം റേറ്റ് കുറവാണ്. ബട്ട് അതൊക്കെയറ്റ മെറ്റീരിയലാണ്. റഫീസ്ക്കൊക്കെ ഇടാൻ പറ്റും. ഇതിനടക്കുള്ള ടീഷർട്ട്സ് 349. പിന്നെ പാൻസ്, കുറേ ഐറ്റംസ് ഉണ്ട്. റിലയൻസെക്കാട്ടിലും ഇത് കുറച്ച് ബെറ്ററായിട്ട് തോന്നുന്നുണ്ട് റേറ്റ് കമ്പാരിസണിൽ. കൊള്ളാം. മറ്റേ ഇതൊക്കെ മേടിച്ചാൽ എന്നെ കൊണ്ട് ബാഗിൽ ക്യാരി ചെയ്ത് പോകാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അല്ലെങ്കിൽ മേടിക്കാമായിരുന്നു. 199 ടീഷർട്ട്സൊക്കെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. പിന്നെ ഷൂസ്, അങ്ങനെ പാൻറ്റ്, കുറേ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ റേറ്റ് കുറവാണ്. പിന്നെ കാഷ്വൽ ഡ്രസ്സസൊക്കെ ഉണ്ട്. സോ ഡിമാർട്ടിൽ പർച്ചേസ് ചെയ്തിട്ട് വന്നായിരുന്നു. വാട്ടർ ബോട്ടിലൊക്കെ ഫിൽ ചെയ്തായിരുന്നു.
ഈ വാട്ടർ ബ്ലാഡർ എൻ്റെ വാട്ടർ ബ്ലാഡർ ഫിൽ ചെയ്തായിരുന്നു. സോ ഇനി പോകാൻ വേണ്ടിയത് തന്നെ ഇപ്പം ഡെക്കാത്ലോൺസിലോട്ട് പോവുക. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ ശേഷം ബീച്ചിൽ പോകാനുള്ള പ്ലാനാണ്. അവിടെ ചോദിച്ചായിരുന്നു ആൾക്കാരോട്, നമ്മളുടെ ബീച്ചിൽ ടെൻ്റ് അടിക്കാൻ പറ്റുമോ, സ്റ്റേ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ആൾക്കാർ പറഞ്ഞ് കുഴപ്പമില്ല, സ്റ്റേ ചെയ്തോ, പോലീസിൻ്റെ കാര്യമൊന്നും സീനില്ല, പോലീസൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. സോ നോക്കാം. സോ ബീച്ചിൽ പോയി കുളിക്കണമെന്നുണ്ട്. പറ്റുമെങ്കിൽ കുളിക്കാം. നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യാനുള്ള പ്ലാനും ഉണ്ട്. നോക്കാം എന്തായാലും. ഇവിടെ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് മേടിക്കണം. ഒരു പെയിൻറ്റ് മേടിക്കാനാണ് എൻ്റെ പ്രയോറിറ്റി. നോക്കാം. അതിൽ ക്യാഷ് നോക്കിയിട്ട് ക്യാഷ് ഉണ്ടാകുന്ന നോക്കണം. बैग रख दीजिए. अच्छा थैंक यू. नीचे സോ അങ്ങനെ ഡെക്കാത്ലോൺസിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു പാൻറ്റ് മേടിക്കാൻ ഉണ്ടായിരുന്നു, അത് മേടിച്ചായിരുന്നു. സോ അതിൻ്റെ ശേഷം അവിടെ പോകുന്ന ഒരു പിടിയില്ല. നോക്കാം. അങ്ങനെ ആ ചേട്ടൻ ഡ്രോപ്പ് ചെയ്തായിരുന്നു. നല്ല പുള്ളിയായിരുന്നു. ആ പുള്ളിക്ക് ഹൈക്കിങ് ട്രക്കിങ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാൻ ഇങ്ങനെ ബാഗ് കൊണ്ട് വരുന്ന കൊണ്ട് ബാഗൊക്കെ എൻ്റെ ബാഗ് കണ്ട് നിർത്തിയത് ആ പുള്ളി. സോ അറൗണ്ട് 5 to 7 കിലോമീറ്റേഴ്സ് ഡ്രോപ്പ് ചെയ്തായിരുന്നു. അയാളുടെ ഓഫീസ് അടുത്താണ് അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ആർ കെ ബീച്ചിൽ ഡ്രോപ്പ് ചെയ്തായിരുന്നു. ബീച്ചിൽ വന്ന് പീനട്ട് കാൻഡി കഴിച്ചിട്ടിരിക്കുക. ടൈം നോക്കിയാൽ 1:30 ആയിട്ടുണ്ട്. സോ ഒരു സൺസെറ്റ് വരാതെ ടൈമിൽ ഒന്ന് പുറത്ത് ബീച്ചിലിറങ്ങി കുളിക്കണം. അവിടെയൊക്കെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. ബാഗ് വെച്ചിട്ട് കയറിയിരിക്കുക. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. ബീച്ചിൽ ഒത്തിരി വെയിലുണ്ട്. സോ ഇപ്പോൾ ഉള്ളത് വിശാഖപട്ടണം ആർ കെ ബീച്ചിലാണ്. കുറച്ച് മ്യൂസ്ലിയും പിന്നെ കേർഡും കഴിക്കുക. എൻ്റെ ലഞ്ചിന് മ്യൂസ്ലി വിത്ത് കേർഡ്. ഇപ്പോൾ ഒരു പുള്ളിയെ കണ്ടായിരുന്നു. ആ ചേട്ടൻ എന്താ പറയുന്നത്, ഇങ്ങോട്ടൊന്ന് ചോദിച്ചതാ ഈ ബാഗ് കണ്ടിട്ട്, നീ എവിടെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്, പിന്നെ വിശാഖപട്ടണത്തിൽ എവിടെയൊക്കെ സ്ഥലം കണ്ടിട്ടുണ്ട്, പിന്നെ എത്ര ദിവസം ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അയാൾക്ക് ട്രാവലിങ് ഭയങ്കര ഇഷ്ടമാണ്. അയാൾ മഹാരാഷ്ട്ര, തമിഴ്നാട് ഒക്കെ കറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലം കുറേ ബീച്ചസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന്. ഇവിടെ ആ ചേട്ടനോട് ചോദിച്ചായിരുന്നു ബീച്ചിൽ സ്റ്റേ ചെയ്യാൻ എങ്ങനെ സേഫാണോ എന്നൊക്കെ. ഇവിടെ അത്ര സേഫല്ല, ആരും അലോ ചെയ്യത്തില്ല. പിന്നെ ഈ ബെറ്റർ ഇതൊരു ഇവിടെ ഗ്രൗണ്ടിൽ, യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ എക്സിബിഷൻ നടക്കുന്നുണ്ട്. സോ അവിടെ പോയി സ്റ്റേ ചെയ്ത് കൊള്ളാൻ പറഞ്ഞ്. അവിടെ ഒരു കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞ് നീ നോക്കണം. ഇവിടെ നിന്ന് ഇനി ഒരു ബീച്ചിൽ പോവുക.
ആ ബീച്ചിൻ്റെ പേര് എന്തോ ഉണ്ട്, പോയിട്ട് പറഞ്ഞു തരാം. അവിടെ സ്വിമ്മിങ് ഒക്കെ ചെയ്യാൻ പറ്റും. ആ ചേട്ടൻ പറഞ്ഞു തന്നതാ, സ്വിമ്മിങ് ചെയ്യാൻ പറ്റും. പിന്നെ വളരെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അങ്ങനെ സംഭവമുണ്ട്. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. സോ ഇവിടെ നിന്ന് തിരിക്കണം. 4 മണിയായി. സോ പെട്ടെന്ന് വണ്ടി എടുക്കണം, ലിഫ്റ്റ് അടിക്കണം. കുറേ പേര് ചോദിക്കാറുണ്ട് എൻ്റെ ബാഗ് കണ്ടിട്ട്, എവിടെ ടൂറിസ്റ്റാണോ, പിന്നെ എവിടെയാണ് പോകുന്നത് ഒക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ, എങ്ങനെ പറയാം, ഒരു എനർജി കിട്ടും. അവിടെ പ്രശ്നമാണ് റേഞ്ച് റോവർ. മോട്ടിവേഷൻ അങ്ങനെ ഉണ്ടായിരുന്നു. ആ പുള്ളികൾക്ക് മൊത്തത്തിൽ ഇതറിയത്തില്ല, ലാംഗ്വേജ് അറിയത്തില്ല. എനിക്ക് കന്നഡ അറിയത്തില്ല, അവന്മാർക്ക് ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി ഒന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞിട്ട് ഇവിടെ സ്വിമ്മിങ് അലോഡല്ല, ഇനിയൊരു ബീച്ചുണ്ട്, അവിടെ പോയി സ്വിമ്മിങ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, നോക്കട്ടെ, ലിഫ്റ്റ് കിട്ടുമ്പോൾ നോക്കണം. ആദ്യം 10 കിലോമീറ്റർ ഉണ്ട്. 10 കിലോമീറ്ററും ബീച്ച് റോഡാണ്. ഈ ബീച്ചിൽ ഈവനിങ് ടൈം ആയപ്പോൾ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഈ പാത്ത് വേയിലൊക്കെ വാക്കിംഗ് ചെയ്യാനും ഇവിടെ ഇരിക്കുന്ന എക്യുപ്മെൻറ്റ്സിൽ എക്സസൈസ് ചെയ്യാനൊക്കെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഇതെന്തെന്ന് അറിയത്തില്ല. കൊടി രാമമൂർത്തി, അയാളുടെ സ്റ്റാച്ചു ആണ്. പിന്നെ ഇങ്ങനെ കുറേ സ്റ്റാച്ചു ഉണ്ട്, കാണിച്ചു തരാം. കുറേ ആൾക്കാരുടെ സ്റ്റാച്യൂസൊക്കെ നിരത്തി വെച്ചിരിക്കുക. ഇവിടെ നിന്ന് ലാസ്റ്റ് വരെ ഫുള്ള സ്റ്റാച്യൂസാണ്. ഇരിക്കാനും ചെയറിൻ്റെ ഫെസിലിറ്റീസ്, പിന്നെ ഈ ബെഞ്ചസ് അങ്ങനെയൊക്കെ ഉണ്ട്. ഈവനിങ് ഈ ബീച്ചുകളിൽ വന്നിട്ട് ഹാങ് ഔട്ട് ചെയ്യുന്ന പറ്റിയ സ്ഥലമാണിത്. ഞാൻ ലിഫ്റ്റ് അടിക്കുന്നത് കണ്ടിട്ട് പയ്യന്മാരും ലിഫ്റ്റ് അടിക്കുന്നുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. ഈ മലയുടെ മുകളിൽ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, കേബിൾ കാർ ഫെസിലിറ്റീസ് ഉണ്ട്. സോ സമയം ഉണ്ടെങ്കിൽ പോയി നോക്കാം. കേബിൾ കാർ കൈലാഷ് സോ ഇവിടെ ഒരു വ്യൂ പോയിന്റിൽ നിർത്തിയതാ കോട്ടയത്തെ ചേട്ടൻ. സോ അവിടെ നിന്ന് ഈ ചേട്ടനാണ്. ഇവിടെ ഒരു ഷിപ്പ്, കൊറോണ ടൈമിൽ ഒരു ഷിപ്പ് കര ഒതുങ്ങിയെന്ന് പറഞ്ഞു. മീൻസ് ഈ ബീച്ചിൻ്റെ സൈഡിൽ വന്ന് പിന്നെ അത് പോകാൻ പറ്റിയില്ല, അങ്ങനെ ഒരു ഷിപ്പ് ഇവിടെ ഉണ്ട്. കിട്ടി. ഈ ചേട്ടൻ പറഞ്ഞത് ഈ ഷിപ്പിനെ റെസ്റ്റോറൻ്റ് ആക്കാനുള്ള പ്ലാനാണെന്ന്. ബട്ട് ഇതുവരെ പ്ലാനൊന്നും എക്സിക്യൂട്ട് ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. കൊറോണ ടൈമിൽ ഇവിടെ കര ഒതുങ്ങിയ ഷിപ്പാണ്. പിന്നെ ഇവിടെ നിന്ന് എടുക്കാനും കുറേ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെ തന്നെ ഇട്ടിട്ട് പോയിന് ആ ഷിപ്പിനെ. ആ പുള്ളി എന്നെ റിഷ്കൊണ്ട ബീച്ചിലേക്ക് കൊണ്ടാക്കിയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നടന്നു പോയാൽ റിഷ്കൊണ്ട ബീച്ച് വരും. ആ പുള്ളി ആ ഹൈവേയിൽ സ്ട്രൈറ്റ് ആയിട്ട് പോയി പിന്നെ റിഷ്കൊണ്ട ബീച്ചിൽ അടുപ്പിച്ച് കൊണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നടന്നു പോയാൽ
പെട്ടെന്ന് എത്താം. ഇതൊന്നും വലിയ ദൂരമൊന്നുമില്ല, അറൗണ്ട് 1/2 കിലോമീറ്ററാ അങ്ങനെ എന്തോ. സോ നമ്മൾ എൻ്റെ അടുത്ത് 2 പയ്യന്മാരൊന്ന് ഫ്രണ്ടായിട്ടുണ്ട്. ഹായ് ഒഡീഷ से 3 ആൾക്കാരും ഒഡീഷയിലുള്ള പയ്യന്മാരാ. तो हमने यूट्यूब चैनल मेरे को बड़ा चैनल नहीं है, छोटा है. चलो चलेगा. इट्स स्टीफन वर्ल्ड. ഓക്കെ, അങ്ങനെ എനിക്ക് സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഫോൺ വെച്ച്. ബീച്ചിലോട്ട് പോവുക. ബീച്ചിൻ്റെ സൈഡിലോട്ട് കുറേ തുണിയൊക്കെ വിൽക്കാനുള്ള ഷോപ്പൊക്കെ ഉണ്ട്. ആ സൈഡിലൊക്കെ കുറേ ഉണ്ട്. കുറേ ഫുഡ് സ്റ്റാൾസ്, ഇങ്ങനെ ചാറ്റ് ഐറ്റംസ്, പിന്നെ ഇങ്ങനെ ചോളം, അങ്ങനെ കുറേ കടകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് സ്പീഡ് ബോട്ടും ഉണ്ടെന്നാണ് തോന്നുന്നത്. സ്പീഡ് ബോട്ട് കണ്ടായിരുന്നു. സോ ഇവിടെ നമ്മളുടെ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ടിക്കറ്റൊക്കെ കിട്ടാറുണ്ട്. ഓക്കെ, ഇതാണ് ഋഷികൊണ്ട ബീച്ച്. ലാസ്റ്റ് വരെ. ഓ, ക്രൗഡ് ഉണ്ടല്ലേ എന്ന രീതിയിൽ. ഫോട്ടോ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്പീഡ് ബോട്ടും ഉണ്ട്. അവിടെ കാണുന്നതാണ് സ്പീഡ് ബോട്ട്. പിന്നെ ഡേർട്ട് ബൈക്കിനാണ് തോന്നുന്നത്, ക്ലിയർ ആയിട്ട് എനിക്ക് അറിയത്തില്ല. 4 വീലർ ബൈക്കാണ്. ഒഡീഷ എന്നുള്ള പയ്യന്മാരനോട് ഇവിടെ പറഞ്ഞായിരുന്നു. അവന്മാർ ആ സൈഡിലോട്ട് പോയി, ഞാൻ പിന്നെ ഈ സൈഡിലോട്ട് പോവുക. അവിടെ തന്നെ ക്രൗഡൊക്കെ കുറച്ച് കുറവായിട്ടുള്ളത്. അവിടെ പോയി കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുളിക്കാനുള്ള പ്ലാനാണ്. ഇവിടെ മറ്റേ പാരാഗ്ലൈഡിങ് സംഭവം ഉണ്ട്. വൈസാഖ്. ഇത് മോട്ടർ വെച്ചിട്ട് കറങ്ങിന പാരാഗ്ലൈഡിങ് ആണ്. ഒരാളെ ഫ്രണ്ടിൽ കയറ്റിയിരുത്തിയിട്ട് ഇവന്മാർ കൊണ്ടുപോകും. എത്രയെന്ന് അറിയത്തില്ല റേറ്റ്. എൻ്റെ ടിക്കറ്റ് കൗണ്ടർ അവിടെ എവിടെയെങ്കിലും കാണും. തിരക്കില്ല, സൺസെറ്റ് ആവുന്നുണ്ട്. സോ അങ്ങനെ കുളിച്ചായിരുന്നു, കടലിറങ്ങി. കുറേ വർഷത്തിൻ്റെ മുകളിലായി, കുറേ വർഷമായിട്ടുണ്ട് കടലിൽ കുളിച്ച്. സോ ഈ വിശാഖപട്ടണത്തിൽ വന്ന് കുളിച്ചായിരുന്നു. ഇനി ഡ്രസ്സൊക്കെ വെറ്റായിട്ടുണ്ട്, അതുകൊണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുക. ഇവിടെ ഡ്രസ് ചേഞ്ചിങ് റൂമും പിന്നെ ഷവറിങ് റൂമും ഉണ്ട്. അതൊക്കെ വലിയ ഒരു രസമൊന്നുമല്ല. എന്തോ പോയി ഡ്രസ് ചേഞ്ച് ചെയ്യാനും ഒരു 4-5 ഷവറുണ്ട്. അതിൽ ഒന്ന് ഫ്രഷപ്പ് ആവാൻ ചെയ്യാൻ പറ്റും, ലൈക്ക് കുളിക്കാൻ പറ്റും. അത് എന്ത് വാട്ടറിന് അറിയത്തില്ല. ഞാൻ കുളിച്ചില്ല, എന്നിട്ട് ഡ്രസ്സ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ട് വന്നായിരുന്നു. അവിടെ ചാർജസ് ഉണ്ട് ഡ്രസ്സ് ചെയ്യാൻ. അത് അവിടെ അകത്ത് പോവാം. 30 രൂപ എന്തോ 30 തോന്നുന്നത്. ഞാൻ പറഞ്ഞ് ഇല്ല, എനിക്ക് ഡ്രസ്സ് മാത്രമേ ചേഞ്ച് ചെയ്യാറുള്ളൂ, എനിക്ക് പൈസ മേടിക്കോ ചോദിച്ചുകൊണ്ട് എനിക്ക് അവന്മാർ നീ ഡ്രസ്സ് മാത്രം തന്നെ ചേഞ്ച് ചെയ്യണം, വേറെ കുളിക്കരുത് അങ്ങനെ പറഞ്ഞിട്ട് അകത്തോട്ട് വിട്ടായിരുന്നു. എൻ്റെ ഇതിൻ്റെ പൈസ ഒന്നും മേടിച്ചില്ല. സോ പെട്ടെന്ന് പോയി ഡ്രസ്സ് മാത്രം ചേഞ്ച് ചെയ്തിട്ട് ഈ ഡ്രസ്സിനെ കൊണ്ട് വാഷ് ചെയ്തായിരുന്നു. അവിടെ ആരെയും കാണാതെ വാഷ് ചെയ്തായിരുന്നു. വാഷ് ചെയ്തിട്ട് തിരിച്ചു വന്ന് ഇനി എൻ്റെ ബാഗ് അവിടെ ഒരു ചേച്ചീനോട് കൊടുത്ത് വെച്ചായിരുന്നു. അത് പോയി മേടിക്കണം. ചേച്ചിയല്ല, ഒരു ആൻറ്റീനോട് കൊടുത്തായിരുന്നു അവിടെ ബാഗ് നോക്കാൻ വേണ്ടി.
അതുകൊണ്ട് മേടിക്കണം. പിന്നെ ഇവിടെ ഫുൾ പോലീസും സെക്യൂരിറ്റിയും ആണ്. ആ ലാസ്റ്റ് സൈഡിൽ ഈ ടെൻ്റ് അടിക്കാൻ സ്ഥലം ഉണ്ടാകാൻ നോക്കണം. കിട്ടിയില്ലെങ്കിൽ തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ തന്നെ പോയി ഇന്നത്തെ നൈറ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടി വരും. ഇതിൽ കയറൊക്കെ ഇട്ടിട്ടുണ്ട്, ഈ ഒരു റൗണ്ടായിട്ട് ഒരു വളയം കണക്കിൽ. പിന്നെ പോയി അങ്ങനെ വന്ന് തിരിച്ച് റോപ്പ് കറക്കി എടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ അകത്ത് ഇതിനെ കുളിക്കാൻ വേണ്ടി എന്നാണ് തോന്നുന്നത്. ആ റോപ്പിനൊക്കെ ആൾക്കാർ പിടിച്ചിട്ട് കുളിക്കുന്നുണ്ട്. ബട്ട് ചില ആൾക്കാരൊക്കെ ഈ സൈഡിലോട്ടൊക്കെ വന്ന് കുളിക്കുന്നുണ്ട്. സോറി, എൻ്റെ ബാഗ് എന്തായോ? ബാഗ് മാത്രം സ്ഥലത്തിലിരിക്കുന്നുണ്ട്, ആൾക്കാരെ കാണുന്നില്ല. ടെൻ്റ് അടിക്കാൻ ഒരു സ്ഥലം കിട്ടി, ടെൻ്റ് അടിച്ചിട്ടുണ്ട്. വെള്ളം ചോദിക്കാൻ പോവാം. ഇവിടെ റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട്, അടുത്തടുത്ത് കടകളൊക്കെ ഉണ്ട്. അവിടെ പോയി വെള്ളം ഒന്ന് ചോദിച്ച് കുട്ടിയാണ് ഇന്ന് നൈറ്റിന്. അത് എന്തുണ്ടെന്ന് നോക്കണം കയ്യിൽ. പിന്നെ എന്തൊക്കെ തന്നെ കുട്ടിയാണ്, അല്ലെങ്കിൽ പൊറോട്ടയോ റൊട്ടിയോ എന്തെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ മേടിച്ചിട്ട് പോകണം. അത് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കണം. പിന്നെ കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കാനുള്ള പ്ലാനാണ് ഫുഡൊക്കെ. സോ നോക്കാം. സോ കുറേ വെള്ളം ആവശ്യം വരും. സോ 3 ബോട്ടിലെടുത്തിട്ട് പോവുക. 2.5 ലിറ്റർ വെള്ളം കിട്ടും. നൈറ്റിന് വെച്ചിരിക്കണം. പിന്നെ ഇതിന് വെച്ചിരിക്കണം, നാളെ രാവിലത്തേക്ക് വെച്ചിരിക്കണം. എല്ലാത്തിനും വെള്ളം തന്നെ. ഇവിടെ കുറേ വെള്ളമുണ്ട്, സീ വാട്ടർ. ബട്ട് കുടിക്കാൻ പറ്റത്തില്ല, അത് മാത്രമേ സീന്. സോ അവിടെ പോലീസൊക്കെ പോകുന്നുണ്ടല്ലേ എൻ്റെ ടെൻറ്റിനോട്ട്. അയ്യോ, ഞാൻ ടെൻറ്റ് പിച്ച് ചെയ്തിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു പോലീസ് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയായിരുന്നു. അത് ചെക്ക് ചെയ്തോ എന്തിനു പിടി അറിയത്തില്ല. സോ തിരിച്ച് മലങ്ങെടുത്തിട്ട് വരുമ്പോൾ നോക്കാം ടെൻറ്റ് അവിടെ ഉണ്ടാവോ ഇല്ല, പോലീസ് പറിച്ചിട്ട് പോയി കാണോ എന്നെന്ത്. ഇവിടെ ട്രാംപോലീനൊക്കെ ഉണ്ട്. എൻ്റെ ദൈവം ട്രാംപോലീനാണെന്ന് തോന്നുന്നത്. ഇത് കൊള്ളാമല്ലോ. ഇത് താഴെ കയറൊന്നും കെട്ടി വയ്ക്കത്തില്ല. അടിയിലൊരു മോട്ടർ ഉണ്ട്, അത് വലിക്കുന്നുണ്ട്. ഈ സൈഡിലുള്ള റോപ്പിനൊക്കെ അത് വലിക്കുന്നുണ്ട്. കുറേ കടകളുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കട്ടെ. പോയി ഇവിടെ സെയിം നമ്മുടെ കോവളത്തെ കണക്കിൽ തന്നെ. ബട്ട് ഇവിടെ ലോക്കൽ പീപ്പിൾസ് മാത്രമേ അധികമുള്ള ഫുള്ളായിട്ട് ലോക്കൽ പീപ്പിൾസാണ്. പിന്നെ ഫോറിനേഴ്സ് ആരും ഇല്ല. കോവളത്തെക്കാട്ടിലും ചെറുതായിട്ടുണ്ട്. ട്രിവാൻഡ്രം കോവളത്തെക്കാട്ടിലും ഇച്ചിരി ചെറുതായിട്ടുണ്ട്. അല്ലാതെ കടകളൊക്കെ ഉണ്ട്, ചെറിയ റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വരുമ്പോൾ ഒരു ഹോട്ടൽ കണ്ടായിരുന്നു, 2-3 ഹോട്ടലൊക്കെ ഉണ്ട് അവിടെ. ഇവിടെ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് തോന്നുന്നത്. അതിനൊക്കെ കുറേ ഉണ്ട് ഇവിടെ. ഐ ലവ് വൈസാഖ്, ഐ ലവ് ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞിട്ട്. പോലീസിൻ്റെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടല്ലേ, മേലെ കയറി ഇരുന്നിട്ട് ആൾക്കാർ ഇറങ്ങി വെള്ളത്തിൻ്റെ കുറേ ലോങ്ങായിട്ട് പോയിട്ടുണ്ടായിരുന്നു. സേഫില്ലാത്ത ആൾക്കാരൊക്കെ ബസ്സിലടിച്ച് വിളിക്കുന്നുണ്ട്. അവിടെ മുകളിൽ ഇതൊക്കെ ഉണ്ട്, മൈക്ക്, ക്യാമറ, പിന്നെ സ്പീക്കറൊക്കെ ഉണ്ട്. ഋഷികൊണ്ട ബീച്ചും കോവളം ബീച്ചും ഏകദേശം സെയിമാണ്. മീൻസ് ഫുള്ളായിട്ട് കർവാണ്. അവിടെ തന്നെ ഇവിടെ ഫുള്ളായിട്ട് കർവാണ്. സോ അവിടെ ഒരു ചെറിയ മൗണ്ടൈൻ ഉണ്ട്, ക്യാമറയിൽ കാണുമെന്ന് അറിയത്തില്ല. ലൈറ്റ് ഹൗസ് മാത്രം അവിടെ ഇല്ല, അത് കൂടെ ഉണ്ടെങ്കിൽ സെയിമാണ്. മുകളിൽ ലൈറ്റ് ഹൗസ്, വേറെ ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നു RK ബീച്ചിൻ്റെ അടുത്ത്. ബട്ട് അത് ഇച്ചിരി ഓൾഡാണ്, പഴയ ലൈറ്റ് ഹൗസാണ്. ബട്ട് ഇവിടെ ലൈറ്റ് ഹൗസ് ഇവിടെ ഉണ്ടെങ്കിൽ ഏകദേശം കോവളത്തിൻ്റെ ഒരു ഫീൽ ഉണ്ടായിരിക്കും.
ഫുള്ളായിട്ട് കർവായിട്ടാണ് പോകുന്നത് ബീച്ച്. കർവായിട്ട് പോയി ആ മൗണ്ടൻ്റെ ബാക്കിൽ വേറെ സ്ഥലമുണ്ട്. ഈ ഋഷികൊണ്ട ബീച്ച് ബ്ലൂ ഫ്ലാഗ് ബീച്ചാണ്. എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. ഇവിടെ കുറേ ഇതുണ്ട്. നോ സ്വിമ്മിങ്, ഹൈ ഹസാർഡ്, വാട്ടർ ക്രോസ് ടു പബ്ലിക് വ്യൂസ്. ഇവിടെ ബ്ലൂവിൻ്റെ ഇത് മാത്രം നൽകിയിട്ടില്ല. ഇത്തിരി സേഫാണെന്ന് തോന്നുന്നു ഈ ബീച്ച്. ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസ്, ക്യാപ്, ടീഷർട്ട്സ്, കാര്യം ഡ്രസ്സസൊക്കെ ഉണ്ട്. ഷൂസ്, ഡ്രസ്സസ്. ഇതിൻ്റെ സൈഡ് വൈസാണ് ഞാൻ ടെൻ്റ് അടിച്ചിട്ടുള്ളത്, ബാക്ക് സൈഡിലോട്ട്. സോ ഇവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട്, ഫുഡ് കോർട്ട് ഒക്കെ ഉള്ള ഫുഡ് കോർട്ടും ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ് സംഭവമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ സംഭവം മാഗി, ചാട്ട് ഐറ്റം, പിന്നെ ചൗമീൻ, നൂഡിൽസ് വലുതായിട്ടില്ല. ഫുള്ളായിട്ട് മാഗി കാര്യം സംഭവമൊക്കെ തന്നെ, അല്ലാതെ വലുതായിട്ടൊന്നുമില്ല കഴിക്കുന്ന രീതിയിൽ. ഇവിടെ എൻ്റെ കയ്യിലും മാഗി ഉണ്ട്, അതിന് കുക്ക് ചെയ്ത് കഴിക്കണം. ഇത് കൊള്ളാമല്ലോ. പോരാ, സ്ട്രീറ്റിൽ ഇരിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. സൈഡിൽ ചെയർസൊക്കെ. കടയിൻ്റെ അകത്ത് ഇരിക്കാനുള്ള ഫെസിലിറ്റീസ് ഇല്ല, അതുകൊണ്ട് പുറത്തിട്ടിട്ടുണ്ട് എല്ലാവരും. ഓണിയൻ സ്ട്രിക്സ്, മാഗി, ഇവിടെ കുറേ സംഭവമുണ്ട്. ബട്ട് ഈ കട ക്ലോസ് ചെയ്തിട്ടിരിക്കുക. ഇത് നോക്കിയ ക്യാമറ ലെൻസ് കണക്കിലുണ്ട്, ബട്ട് കപ്പാണ്. ആദ്യം വിചാരിച്ചത് ക്യാമറയാണെന്ന്. ക്യാമറേൻ്റെ ലെൻസാണ്. ബാഹുബലി ഇറ്റാലിയാണ്. ഇതെന്ന റീൽസ് കണ്ടിട്ടുണ്ട്. 30 മിനിറ്റിൻ്റെ അകത്ത് ഈ ഇരിക്കുന്ന എല്ലാ ഐറ്റമും വരും. നോൺ വെജ് ആണെന്ന് തോന്നുന്നു ഫുള്ളായിട്ട്. ഫുള്ളായിട്ട് നോൺ വെജാണ്. ഇതൊക്കെ കഴിച്ചാൽ 1 ലക്ഷം രൂപ കിട്ടും 30 മിനിറ്റ്സിൻ്റെ അകത്ത്. ഇവിടെ ഞാൻ 2-3 കടയിൽ ചോദിച്ചായിരുന്നു വെള്ളത്തിൻ്റെ വേണ്ടി. ആരും തന്നില്ല വെള്ളം. ഇവിടെ ബീച്ച് അടുത്തായത് കൊണ്ട് വെള്ളം കിട്ടാൻ കുറച്ച് പാടാണെന്ന് തോന്നുന്നത്. അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്. ബോട്ടിലെടുത്തിട്ട് പോയി, കിട്ടുമോ എന്തോന്ന് അറിയത്തില്ല, നോക്കാം. എടുത്തിട്ട് അങ്ങോട്ട് പോയി ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ്. ടാപ്പ് വാട്ടർ കിട്ടിയാലും കുഴപ്പമില്ല, ബട്ട് സോൾട്ട് വാട്ടർ അല്ലാതെ ഇരുന്നാൽ മതി. ഞാൻ എങ്ങനെയെങ്കിലും ബോയിൽ ചെയ്തെങ്കിലും കുടിക്കാം. ടേസ്റ്റ് ഇച്ചിരി ഡിഫറൻസ് ആയിരുന്നാലും. ഓക്കെ, താങ്ക് യു സോ മച്ച്. നോർമൽ തൊട്ട് സോ അങ്ങനെ വെള്ളം കിട്ടി. ഇനി ഇവിടുന്ന് പുറത്ത് പോവാം. പോയിട്ട് ആദ്യം വെള്ളം കിട്ടി. അയ്യോ, എൻ്റെ ടെൻറ്റ് ഫുള്ളായിട്ട് കൊതുവായിട്ടുണ്ട്. ഇത് എങ്ങനെ കയറി വന്ന ഒരു പിടിയില്ലല്ലോ. മരിച്ചില്ലെന്ന് തോന്നുന്നത്. അവിടെ പോകുന്നുണ്ട്. കുറേ ഉണ്ടല്ലേ ഇവിടെ. അയ്യോ, നൈറ്റ് കിടക്കാൻ പറ്റത്തില്ല. അതേത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഈ കൊതുകിൻ്റെ കാര്യത്തിൽ. സോ അങ്ങനെ എൻ്റെ ഡിന്നർ റെഡിയാക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റൈസ് കുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സോയ ബോയിൽ വാട്ടറിലിട്ട് എടുത്തായിരുന്നു, കുറച്ച് കുക്ക് ചെയ്തെടുത്തായിരുന്നു. ഓക്കെ, സോയ ഓക്കെ. ഈ റൈസ് വെന്നില്ല. സോ റൈസ് വേകാൻ കുറേ സമയം എടുക്കുന്നുണ്ട്. സോ റൈസ് ഇവിടെ വന്ന റൈസും സോയയും വെച്ച് കഴിക്കണം. ഷെഷ്വാൻ സോസ് ഉണ്ട് എൻ്റെ കയ്യിൽ. സോ ഇതിൻ്റെ കൂടെ സോയ മിക്സ് ചെയ്തിട്ട് റൈസ് കൂടെ വെച്ച് കഴിച്ചാൽ കുറച്ചെങ്കിലും നന്നായിരിക്കും. പിന്നെ ബ്രെഡ് കാര്യമൊക്കെ ഉണ്ട്. തിരിച്ച് ബ്രെഡ് കഴിക്കണം അങ്ങനെയുള്ള പ്ലാനാണ്. ഭയങ്കര കൊതുക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചൂടായിട്ടുമുണ്ട് ഇച്ചിരി. ഐ തിങ്ക് ടെൻറ്റിൻ്റെ അകത്തിരുന്ന് കുക്ക് ചെയ്യുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നത്.
ഇച്ചിരി ചൂടുള്ളത്. എല്ലാം റെഡിയാക്കിയിട്ട് നോക്കാം. അയ്യോ, അങ്ങനെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. സോയ, പിന്നെ കുറച്ച് റൈസ്. വലിയ രസമൊന്നും ഇല്ല സോയയും റൈസും. എൻ്റെ കയ്യിൽ സാൾട്ട്, പെപ്പർ, പിന്നെ കുറച്ച് മസാല ഒന്നും ഇല്ലാതിരുന്നു. അത് മസാല കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് ഉണ്ടായിരിക്കും. സോ എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് വേണ്ടി കഴിക്കുന്നതാണ്. സോ നൈറ്റ് പട്ടിണി കിടക്കാൻ പറ്റത്തില്ലല്ലോ. അത് കഴിച്ചിട്ട് ബ്രെഡൊക്കെ കഴിക്കണം. സോ അത് കഴിച്ച് വെച്ചിട്ട് ഇച്ചിരി സ്പൈസി ആയിട്ടുണ്ട്. ഷെസ്വാൻ സോസ് ഇട്ടുകൊണ്ട്, അല്ലാതെ ഉപ്പൊന്നും ഇല്ല. നാളെ പോയി ഉപ്പ്, പെപ്പർ, സാൾട്ട്, പെപ്പറൊക്കെ മേടിക്കണം. പിന്നെ ഇച്ചിരി മസാലയൊക്കെ മേടിക്കണം. ചിക്കൻ മസാല, മട്ടൻ മസാല. അതിൻ്റെ കൂടെ കുക്ക് ചെയ്ത് സോയ കഴിച്ചാൽ ടേസ്റ്റ് തന്നെയായിരിക്കും. ഞാൻ ലാസ്റ്റ് എവറസ്റ്റ് പോകുമ്പോൾ അങ്ങനെ തന്നെ കഴിച്ചായിരുന്നു. സോയ, ചിക്കൻ മസാല ഇട്ട് കഴിച്ചായിരുന്നു. കുക്ക് ചെയ്ത് കഴിച്ചായിരുന്നു. ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു. ഏറ്റവും തലവലി പിടിച്ച വില പാത്രം കഴുകുന്നതാണ്. ബീച്ചിൽ പോയി കഴുകണം. ഊഫ്. ഓക്കെ, ടെൻ്റ് അവിടെ അടിച്ചിട്ടുണ്ട്. കാണത്തില്ല, ഇരുട്ടായിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ടുണ്ട് പോകണം. പോലീസ് കണ്ടാൽ സീന് മോനെ. ഷോ, ഇവിടെയാണ് ടെൻ്റ് ഇട്ടത്. അവിടെയാണ് ബീച്ച്. കാണത്തില്ല ബീച്ച്. ടൈം ഇപ്പോൾ 8 മണിയോ 8:30 എന്തോ ആയെന്ന് തോന്നുന്നത്. തുണിയൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട് ഞാൻ. വേറെ ഓപ്ഷനേ ഇല്ല. ബീച്ചിൽ കുളിച്ചതിൽ ഡ്രസ്സൊക്കെ വെറ്റായി. ഓക്കെ, എല്ലാം സേഫാണ്. അകത്ത് കുക്ക് ചെയ്തതിൽ വാട്ടർ വേപ്പർ കയറി ടെൻറ്റ് ഫുള്ളായിട്ട് വെറ്റായി അകത്ത്. സോ അകത്തൊരു ഹോട്ട് ഫീലിംഗ് ഉണ്ട്, ചൂടായിട്ടുണ്ട്. എല്ലാ ഐറ്റംസും അവിടെ എവിടെ കിടക്കുന്നുണ്ട്. അകത്ത് കൊസുവും കയറിയിട്ടുണ്ട്. സോ അതെന്നെ റെഡിയാക്കണം. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ബീച്ചിൽ ടെൻ്റ് അടിക്കുന്നത്. ആദ്യമായിട്ടാണ് സോലോ ആയിട്ട് ബീച്ചിൽ ടെൻ്റ് അടിക്കുന്നത്. ഇതുവരെ ബീച്ചിൽ ടെൻ്റ് അടിച്ചിട്ടേ ഇല്ല, ഒറ്റയ്ക്ക് അടിച്ചിട്ടില്ല ടെൻ്റ് ബീച്ചിൽ. സോ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ്. നോക്കാം, നൈറ്റ് ഇറങ്ങി വരുമെന്ന് അറിയത്തില്ല, പോലീസ് സോൺസ് വരുമെന്ന് അറിയത്തില്ല. സോ വന്നെങ്കിൽ പെട്ട്, ഇല്ലെങ്കിൽ നാളെ രാവിലെ സൺറൈസ് കാണാം. സ്ട്രൈറ്റായിട്ട് അവിടെയാണ് ഉള്ളത് സൺറൈസ്. ഈസ്റ്റ്, നമ്മളുടെ നോർത്ത് ഈസ്റ്റ് വന്ന് അവിടെയാണ് വരുന്നത്. അവിടെ സൗത്ത് വരും സൺസെറ്റ് ആവുന്നത്. ഡയറക്റ്റായിട്ട് ഓപ്പോസിറ്റിൽ ബാക്ക് സൈഡിൽ സൺസെറ്റ് കണ്ടായിരുന്നു, ബട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുളിക്കാൻ ഇറങ്ങിയ സമയത്തിൽ സൺസെറ്റായി, അടിപൊളിയായിരുന്നു. ഒരു മൗണ്ടൈൻ്റെ റൈറ്റ് സൈഡിൽ സൺസെറ്റായി. സോ ഇനി ഒന്ന് അകത്ത് കയറി എല്ലാத்தைയും ഒതുക്കി വെച്ചിട്ട് കിടക്കണം. ഇച്ചിരി വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. നോക്കട്ടെ.